ഹായ്, വെൽക്കം ടു അക്ഷിത ബ്ലോഗ്. ഇത് നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പം ഞാനും മോളും കൂടിയിട്ട് പാർക്കിൽ പോയ വീഡിയോ ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് കയറുന്ന അന്ന് ഫ്ലൈറ്റ് കയറാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 11-11:30 കൂടിയിട്ടാണ് നൈറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി 5:30 നേരത്ത് നമ്മൾ പാർക്കിൽ പോയതാണ്. കാരണം മാളൂട്ടിയോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്ന്. അപ്പോൾ അവൾ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വാശി പിടിച്ചു. പിന്നെ ഞാൻ അവളെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു, ഇപ്പം ഞാൻ പാർക്കിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നീ പിന്നെ എയർപോർട്ടിൽ വരാൻ വേണ്ടി വാശി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അത് എഗ്രി ചെയ്തിട്ടാട്ടോ അവൾ വന്നത്. അപ്പോൾ ഇത് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26-ാം തീയതിയാണ്, ഏപ്രിൽ 26-ാം തീയതി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ അവിടെ തന്തേ പെരിയാർ പാർക്കാണ്, പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അവിടെ ഉള്ള ഒത്തിരി റൈഡ്സ് ഒന്നുമില്ല, പക്ഷെ ഉള്ള റൈഡ്സ് നല്ല പുതിയതായതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. നമുക്കൊരു ഈവനിങ് ഒക്കെ പ്രത്യേകിച്ച് വൈക്കത്തുള്ളവരാണെങ്കിൽ തന്നെ പോകാനൊക്കെ ആയിട്ട് പറ്റും. നമ്മുടെ പഴയ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വൈക്കം ബീച്ചിനോട് ചേർന്നിട്ടല്ലേ. ഇത് കുറച്ചും കൂടി നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, ശരിക്കും നടന്ന് പോകാവുന്നത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനോട് ചേർന്നിട്ട് ശരിക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു മ്യൂസിയം പോലൊരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ സ്കേറ്റിംഗ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഈവനിങ് ആകുമ്പോൾ അവിടെ വന്ന് റോളർ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പസിൽസ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് അവൾ കയറാൻ നോക്കണം കേട്ടോ. നമുക്കിപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇന്നെന്തോ ഈ പാർക്കിൽ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നാളെ ഈ നേരത്തെ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അത് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും കേട്ടോ. ഇപ്പോഴും കണ്ണ് നിറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ, നാട്ടിൽ പോയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇത്ര ഡിലേ വരുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. കാരണം ഞാൻ അവളത് കയറുമ്പം ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടാവും, ഊഞ്ഞാലിലാണ് ഞാൻ ഇരിക്കണത്. അപ്പം ഞാൻ അവിടെ ബാക്കി അമ്മമാരേനെയൊക്കെ കാണുമ്പം എനിക്ക് തോന്നിയൊരു ഫീലിംഗാണ്, അവരൊക്കെ എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണ്. അവരുടെ മക്കളുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് വെച്ചാൽ എനിക്ക് ഭാഗ്യമില്ല എന്നല്ല കേട്ടോ, എൻ്റെ മോളെ നന്നായി പഠിപ്പിക്കാനാണ്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നത്. എന്നാലും എനിക്കൊരു നേരത്ത് തോന്നിയൊരു പൊട്ട വിഷമം. പിന്നെ അവൾ അവിടെ ഒരു കയറ് പോലത്തെ ഒരു സംഭവം അത് കയറാൻ പോയപ്പോൾ അവിടെ എന്തോ ഒരു പുക വരണ കാരണം ഞാൻ അതിൽ കയറണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ്, ഒരു വെള്ളം കുപ്പിയും പിന്നെ അവളുടെ ഒരു കളിക്കേണ്ട സംഭവവും പിന്നെ എൻ്റെ ഫോണും. കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലിരുന്ന് ആടിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ആൾക്കാർ വന്ന് പറഞ്ഞു അതിമ ആടാൻ പറ്റില്ല എന്ന് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നായിരുന്നു. കാരണം സാധാരണ നമ്മൾ ജിദ്ദയിൽ വന്നിട്ട് പാർക്കിൽ പോകുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഊഞ്ഞാലിരുന്ന് ആടാറുണ്ട്. എനിക്കിഷ്ടമാണ് ഊഞ്ഞാലിലാടുന്നത്. സോ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോയപ്പം അതിനകത്ത് ആഡ് ചെയ്തു. പക്ഷേ CCTVയിൽ കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ചമ്മലായി. കാരണം ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും മേ ബി അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇത് അതിന് മുമ്പ് ഒരു ദിവസം സെയിം ഈ പാർക്കിൽ നമ്മൾ പോയതാണ്. ഇത് കുറച്ച് ദിവസം കൂടി മുമ്പാണ്. ഞാനും മാളൂട്ടിയും നന്ദുമോനും ഉണ്ടായിരുന്നു അന്ന്. അപ്പം നന്ദുമോനാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇത് ശരിക്കും ലൈറ്റാണ്. അപ്പോൾ ഞാൻ മാളൂട്ടിയോട് പറയണ്ട അങ്ങനെ ഇരിക്കില്ലേ എന്ന്. ഇത് നമ്മൾ ആ തന്തേ പെരിയാർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ അതിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നൊക്കെയാണ് എഴുതിയേക്കുക. അപ്പോൾ നന്ദുട്ടി എന്നോട് പറയുകയാണ് ചിറ്റ ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാമെന്നൊക്കെ എന്നോട് പറയാണ്. പക്ഷെ അന്ന് എനിക്കറിയണ്ടായിരുന്നില്ല, ഞാൻ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇതാണ് തന്തേ പെരിയാർ. സോറി പറഞ്ഞതിൽ തെറ്റ് വന്നേന് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ ആൾക്കാരെന്നെ അപമാനിച്ചു എന്നൊന്നും പറഞ്ഞ ആരും വരെ പറയരുത് കേട്ടോ. അപ്പം അതിൻ്റെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താന്നൊക്കെ. പെരിയാർ EV രാമസ്വാമിയാണ് അദ്ദേഹം. അത് അവിടെ എഴുതിയേക്കുന്നത്. അതായത് നമ്മുടെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരു ആളാണ് കേട്ടോ.
നമ്മുടെ പടിഞ്ഞാറ് വൈക്കത്തമ്പലത്തിൻ്റെ ആ ആർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഏരിയ ആയിട്ട് വരിക. പടിഞ്ഞാറ് നടയല്ല, വലിയ കവല ഭാഗത്ത് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഓടിക്കളിച്ചു. പിന്നെ അന്നത്തെ ദിവസവും പാർക്കിൽ പോയി അവൾ കുറച്ച് റൈഡിലൊക്കെ കയറി. ഇതാണ് ഫസ്റ്റ് ടൈം നമ്മൾ ആ റൈഡിൽ കയറാനായിട്ട് അവൾ വന്നത്. അവിടെ LED സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പം അതിനകത്തൊക്കെയാണ് ഒരാൾ. പിന്നെ നേതാക്കളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. ഞങ്ങൾ ചുമ്മാ അവിടെ മൊത്തവും നടന്ന് കാണുമായിരുന്നു. കാരണം അന്ന് ക്യാമറാമാനായിട്ട് നന്ദുട്ടി ഉണ്ടായിരുന്ന കാരണം അവനാണ് അത് മൊത്തം എടുത്തത്. അത്യാവശ്യം വലിയൊരു പാർക്കാണ് കേട്ടോ. പാർക്കല്ല, വലിയ ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങോട്ടാണ് മ്യൂസിയം. ആ കാണുന്ന ബിൽഡിംഗ് ആണ് മ്യൂസിയം ആയിട്ട് വരിക. അപ്പോൾ ഏതോ ട്രിപ്പ് പോയിട്ട് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം അവരുടെ കയ്യിൽ കുറേ വെള്ളം ഇരിക്കുന്നുണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ആ വെള്ളം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തിട്ടാട്ടോ വീട്ടിൽ പോയത്. ഇതായിരുന്നു മ്യൂസിയം. അതിൻ്റെ ഉള്ളിലേക്ക് സമയമുണ്ടെന്ന് തോന്നുന്നു. അതിന് നമ്മൾ കയറിയൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് എനിക്ക് ഒന്നുകൂടി റൈഡിൽ കയറണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇവരെന്തോ ട്രിപ്പിന് പോയിട്ട് അവിടെ ജസ്റ്റ് ഇരിക്കി തന്തി പെരിയാർ മ്യൂസിയം കണ്ടു റെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ കയറിയതാണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും നമ്മൾ അന്നത്തെ ദിവസം മ്യൂസിയത്തിൽ വന്നതാണ്. ഈ സമയത്ത് ഇത്തിരി ഇരുട്ടായിരുന്നു. ഒരു 7:30-8 മണി ആ ഒരു ടൈമായിരുന്നു. അവൾക്ക് ഇപ്പോഴും ആ സംഭവമാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതിനകത്ത് കയറിയായിരുന്നു. പിന്നെ കുറച്ച് നേരം മറ്റേ അതിനകത്ത് ഉരുമാൻ പോയായിരുന്നു. അങ്ങനെയൊക്കെ. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെയാണ്. അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ തട്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് വരും. അതെനിക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തില്ല. അത് മാളുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലേ റോളർ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോനുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് അതാണ് മോനുട്ടൻ. അപ്പോൾ അവൻ അത് വെച്ച് നടക്കണ കാണുമ്പോൾ മാളുവിന് ഇപ്പം അത് പഠിക്കണം എന്നും പറഞ്ഞിട്ടായിരുന്നു വിഷമം മുഴുവൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ അമ്മ അത് പഠിപ്പിക്കില്ല, പകരം വേറെ എന്തെങ്കിലും പഠിപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് റോളർ സ്കേറ്റിംഗ് പഠിക്കാനാണ് ആഗ്രഹം. സത്യം പറഞ്ഞാൽ നന്ദുട്ടിയുടെ സ്കേറ്റിങ്ങിൻ്റെ ഷൂവും അവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് ചിലപ്പം ഈ വർഷമല്ല അടുത്ത വർഷമൊക്കെ ചിലപ്പോൾ കാലിന് പാകാവും. അത് അതിനൊരു അളവുണ്ടല്ലോ. പക്ഷേ നമ്മളെ മെയിൻ പ്രശ്നം അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ അവളുടെ ഒരു പെഗ്ലി പിടിച്ച ഓട്ടവും നടത്തൊക്കെയാണ്. എവിടെയെങ്കിലും കെട്ടിമറിഞ്ഞ് വീഴുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാനത് സമ്മതിക്കാണ്ടിരുന്നത്. അത് എൻ്റെ ഏടത്തിയമ്മയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇത് വീണ്ടും നമ്മൾ ഒന്നും കൂടി അവിടേക്ക് പോയി ഇതിന്മേൽ കയറണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വാശി. അങ്ങനെ അതിനകത്ത് കയറി കുറച്ച് നേരം കൂടിയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഡ്രസ്സിൽ അവൾ അത്രയും കംഫർട്ടബിൾ അല്ലായിരുന്നു. മീൻസ് അതൊരു ഉടുപ്പ് പോലത്തെ ഡ്രസ്സല്ലേ, ജീൻസൊക്കെ ഇട്ട് വന്നിരുന്ന ഇപ്പോൾ അതായത് ആദ്യത്തെ വീഡിയോയിലുള്ള പോലത്തെ ഡ്രസ്സായിരുന്നെങ്കിൽ അവൾ ഓക്കെയാണ് അതൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ടും അവൾ ചെയ്തു. പിന്നെ അവളുടെ ഒപ്പത്തിനൊപ്പം അവളുടെ ചേട്ടൻ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ആ കാര്യത്തിൽ അവൻ ഭയങ്കര കെയറിങ് ആണ്. ഇത് അവർ തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും അവൻ ഭയങ്കരമായിട്ട് അവളെ എല്ലാ കാര്യത്തിനും കെയർ ചെയ്യും. അതുപോലെ കുരുത്തക്കേട് കാണിച്ച് അവൻ വഴക്ക് പറയും. ശരിക്കും എൻ്റെ മോനല്ല അവനെന്ന് ആരും പറയില്ല. അതുപോലെയാണ് രണ്ടുപേരും എപ്പോഴും. അതുപോലെ അവളാണേലും അവൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ സൗമ്യച്ചിയുടെ ഒരു മോള് അങ്ങനെ വിചാരിക്കുള്ളൂ. അല്ലാതെ ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളാന്ന് ആരും പറയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞറിയിക്കണം. മുഖം കൊണ്ടാണേലും പെരുമാറ്റം കൊണ്ട് എൻ്റെ മോൾ ഇത്തിരിയും കൂടി
ആക്റ്റീവാണ്. അത്രേ ഉള്ളൂ. നന്ദുട്ടി ഒരു പാവമാണ് പൊതുവേ. അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല പറഞ്ഞപ്പോൾ അവൻ അവളെ കളിയാക്കുകയാണ് കേട്ടോ. നിനക്ക് പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നെ വീഡിയോ എടുക്കണത് അവന് ഇഷ്ടമില്ലാത്ത കാരണം എടുക്കാൻ. ഇത് ലാസ്റ്റ് ഞാൻ പോകുന്നത് ഇന്ന് ഒരു ഉച്ചനേരം ആയത് കാരണം ഉച്ചനേരത്തെ മേഘത്തിന് എനിക്ക് നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.